ആഗോള ഊർജ്ജവിതരണത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിൽ നിന്ന് വീണ്ടുമൊരു യുദ്ധകാഹളം മുഴങ്ങുമ്പോൾ അത് കേവലമൊരു തർക്കമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി തുടരുന്ന പാശ്ചാത്യ അധിനിവേശത്തിനെതിരെയുള്ള ഇറാന്റെ ശക്തമായ പരമാധികാര പ്രഖ്യാപനമാണ്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവി രൂപീകരിച്ച പേർഷ്യൻ ഗൾഫ് കടലിടുക്ക് അതോറിറ്റി കൊണ്ടുവന്ന പുതിയ കപ്പൽ വിവര പ്രഖ്യാപന നിയമം ആഗോള മാധ്യമങ്ങളിൽ വൻ ചർച്ചയായിരിക്കുകയാണ്. ഈ പാതയിലൂടെ കടന്നുപോകുന്ന എല്ലാ കപ്പലുകളും തങ്ങളുടെ കാർഗോ, റൂട്ട്, ഓപ്പറേറ്റർ വിവരങ്ങൾ മുൻകൂട്ടി സമർപ്പിക്കണമെന്നത് ഒരു നിർബന്ധിത നിയമമാക്കി മാറ്റിയിരിക്കുന്നു. അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും ഇതിനെ ഒരു ഭീഷണിയായി ചിത്രീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സ്വന്തം അതിർത്തി സംരക്ഷിക്കാനും മേഖലയിലെ വിദേശ സൈനിക കടന്നുകയറ്റങ്ങളെ നിയന്ത്രിക്കാനുമുള്ള ഇറാന്റെ സ്വാഭാവികവും നിയമപരവുമായ അവകാശമാണിത്. പുതിയ ചട്ടപ്രകാരം ഹോർമുസ് കടലിടുക്കിലേക്ക് പ്രവേശിക്കുന്നതിനു മുൻപ് എല്ലാ വാണിജ്യ യുദ്ധക്കപ്പലുകളും തങ്ങളുടെ പൂർണ്ണമായ വിവരങ്ങൾ ഇറാൻ അധികാരികൾക്ക് കൈമാറണം. കാർഗോയുടെ തരം, അതെവിടെ നിന്നു വരുന്നു, എങ്ങോട്ടു പോകുന്നു, കപ്പലിന്റെ യഥാർത്ഥ ഉടമസ്ഥരാര് തുടങ്ങിയ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഇതിലുൾപ്പെടുന്നു. ഇതിനെ ഒരു ഉപരോധമായി കാണാൻ കഴിയില്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ആഗോള എണ്ണവിപണിയുടെ 20% കടന്നുപോകുന്ന ഒരു പാതയിൽ സുരക്ഷയും സുതാര്യതയും ഉറപ്പാക്കാനുള്ള ഇറാന്റെ ശ്രമമാണിത്. സ്വന്തം തീരത്ത് നടക്കുന്ന ഗതാഗതത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ ഏതൊരു പരമാധികാര രാഷ്ട്രത്തിനുമുള്ള അവകാശം മാത്രമേ ഇറാനും ഇവിടെ വിനിയോഗിക്കുന്നുള്ളൂ. വിദേശ രാജ്യങ്ങളുടെ അനാവശ്യ ഇടപെടലുകൾ ഇല്ലാതാക്കാൻ ഈ ഡിക്ലറേഷൻ അത്യന്താപേക്ഷിതമാണ്. വർഷങ്ങളായി ഇറാനെ സാമ്പത്തികമായും രാഷ്ട്രീയമായും തകർക്കാൻ അമേരിക്ക ഏകപക്ഷീയമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി വരികയാണ്. കടുത്ത ഉപരോധങ്ങൾക്കിടയിലും സ്വന്തം ആഭ്യന്തര സുരക്ഷയും സാമ്പത്തിക ഭദ്രതയും കാത്തുസൂക്ഷിക്കാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. 2026 ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്നു നടത്തിയ വ്യോമാക്രമണങ്ങൾ മേഖലയിലെ സമാധാനം പൂർണ്ണമായും തകർക്കുന്നതായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇറാന്റെ ഭാഗത്തുനിന്നുള്ള ഇത്തരം സുരക്ഷാ മുൻകരുതലുകൾ തികച്ചും ന്യായീകരിക്കപ്പെടേണ്ടതാണ്. തന്നെ തകർക്കാൻ നോക്കുന്ന ശക്തികളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ സ്വന്തം അതിർത്തിയിലൂടെ സുരക്ഷിതമായി കടന്നുപോകുന്നത് നോക്കി നിൽക്കാൻ ഒരു അഭിമാനമുള്ള രാഷ്ട്രത്തിനും കഴിയില്ല. വാഷിംഗ്ടണിന്റെ ഭീഷണികൾക്കു മുന്നിൽ മുട്ടുമടക്കില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഇറാൻ ഇതിലൂടെ നൽകുന്നത്. UN സമുദ്രനയ കൺവെൻഷൻ മുൻനിർത്തി ഇറാന്റെ നീക്കം നിയമവിരുദ്ധമാണെന്ന് വാദിക്കുന്ന അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും നിലപാട് തികഞ്ഞ ഇരട്ടത്താപ്പാണ്. കൗതുകകരമായ വസ്തുത ഈ പറയുന്ന UNCOLS കരാറിൽ അമേരിക്ക ഇതുവരെ ഒപ്പുവച്ചിട്ടില്ല എന്നതാണ്. തങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ മാത്രം അന്താരാഷ്ട്ര നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും അല്ലാത്തപ്പോൾ പരമാധികാര രാജ്യങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്നതാണ് അമേരിക്കൻ ശൈലി. ഇറാൻ ഈ കൺവെൻഷനിൽ ഒപ്പുവച്ചിട്ടില്ലാത്തതിനാൽ തന്നെ തങ്ങളുടെ പ്രാദേശിക സമുദ്രപരിധിയിൽ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കാൻ ഇറാന്റെ പൂർണ്ണ നിയമസാധുതയുണ്ട്. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ കപട സമാധാനവാദങ്ങളെ തുറന്നുകാട്ടാൻ ഇറാന്റെ ഈ ധൈര്യപൂർവമായ നിലപാടിന് കഴിഞ്ഞു. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ടാങ്കറുകൾക്ക് ഹോർമുസ് കടലിടുക്കല്ലാതെ മറ്റു പ്രായോഗിക ബദലുകളില്ല. UAEയുടെ ബൈപ്പാസ് പൈപ്പ്ലൈനുകൾക്ക് ഈ വൻതോതിലുള്ള വിതരണം കൈകാര്യം ചെയ്യാനുള്ള ശേഷിയില്ല. ഒരു ദിവസം 17 മുതൽ 20 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഒഴുകുന്ന ഈ പാതയിൽ ഇറാന്റെ അനുമതിയില്ലാതെ ഇനി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. സൗദിയും UAEയും തങ്ങളുടെ എണ്ണവിപണിയെക്കുറിച്ച് ആശങ്കപ്പെട്ടാലും അമേരിക്കയെ അന്ധമായി വിശ്വസിച്ച് മേഖലയിൽ അസ്ഥിരതയുണ്ടാക്കിയതിന്റെ ഫലമാണ് അവരിപ്പോൾ അനുഭവിക്കുന്നത്. അമേരിക്കൻ സൈന്യത്തെ ആശ്രയിക്കാതെ ഇറാനുമായി നേരിട്ട് ചർച്ചകൾ നടത്തി മേഖലയിൽ സമാധാനം സ്ഥാപിക്കുക മാത്രമാണ് ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് മുന്നിലുള്ള ഒരേയൊരു വഴി. ലോയിഡ്സ് ഓഫ് ലണ്ടൻ ഉൾപ്പെടെയുള്ള ആഗോള ഇൻഷുറൻസ് കമ്പനികൾ പുതിയ നിയമത്തെ തുടർന്ന് യുദ്ധസാധ്യതാ ഇൻഷുറൻസ് പ്രീമിയങ്ങൾ കുത്തനെ ഉയർത്തുകയാണ്. ഇറാനിയൻ അധികാരികൾക്ക് വിവരങ്ങൾ നൽകുന്ന കപ്പലുകളുടെ ഇൻഷുറൻസ് റദ്ദാക്കുമെന്ന ഭീഷണിയും അവർ ഉയർത്തുന്നു. പാശ്ചാത്യ സാമ്പത്തിക മേധാവിത്വത്തിന്റെ മറ്റൊരു ഉപകരണമാണ് ഈ ഇൻഷുറൻസ് കമ്പനികൾ. എന്നാൽ ഷിപ്പിംഗ് കമ്പനികൾക്ക് മുന്നിൽ വരുവഴികളില്ല. ഇറാനെ വെല്ലുവിളിച്ച് ഇൻഷുറൻസ് ഇല്ലാതെ കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ ഒരു കമ്പനിയും ധൈര്യപ്പെടില്ല. ഒടുവിൽ പാശ്ചാത്യ ലോകത്തിന് ഇറാന്റെ നിയമങ്ങൾക്ക് മുന്നിൽ തലകുനിക്കേണ്ടി വരും എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. പുതിയ പ്രഖ്യാപനം വന്നതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ WTI എണ്ണവില കുതിച്ചുയരുകയാണ്. ഒരു പാക്ഷിക തടസ്സം പോലും ആഗോള സമ്പദ്വ്യവസ്ഥയെ കടുത്ത മാന്യത്തിലേക്ക് തള്ളിവിടുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇവിടെയാണ് ഇറാന്റെ യഥാർത്ഥ ശക്തി പ്രകടമാകുന്നത്. തോക്കുകളും മിസൈലുകളും കൊണ്ട് മാത്രമല്ല, തന്ത്രപ്രധാനമായ സാമ്പത്തിക നീക്കങ്ങളിലൂടെയും അമേരിക്കയെ നിലയ്ക്ക് നിർത്താൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു. എണ്ണവില നിയന്ത്രിക്കാനുള്ള ഇറാന്റെ ഈ ശേഷി അമേരിക്കയുടെ ഏകപക്ഷീയമായ ആധിപത്യത്തിനുമേൽ ലഭിച്ച കനത്ത പ്രഹരമാണ്.
ഈ പുതിയ നീക്കം കേവലം സൈനിക പ്രദർശനമല്ല, മറിച്ച് ഉയർന്ന തലത്തിലുള്ള ഒരു നയതന്ത്ര തന്ത്രമാണ്. അമേരിക്കയുമായുള്ള ഉപരോധവിരുദ്ധ ചർച്ചകളിലും വെടിനിർത്തൽ ചർച്ചകളിലും തങ്ങൾക്കനുകൂലമായി കാര്യങ്ങൾ തിരിക്കാൻ ഇറാന് ലഭിച്ച ഏറ്റവും ശക്തമായ വിലപേശലുപകരണമാണിത്. യൂറോപ്യൻ നയതന്ത്രജ്ഞർ ഇതിനകം തന്നെ ചർച്ചകൾക്കായി ഇറാനിലേക്ക് വണ്ടി കയറിക്കഴിഞ്ഞു. അമേരിക്കയുടെ ഉപരോധങ്ങൾ കൊണ്ട് ഇറാന്റെ നട്ടെല്ലൊടിക്കാൻ കഴിയില്ലെന്നും മേഖലയിൽ സമാധാനം വേണമെങ്കിൽ ഇറാനുമായി തുല്യനിലയിൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും പാശ്ചാത്യ ലോകത്തിന് മനസ്സിലാക്കിക്കൊടുക്കാൻ ഈ കപ്പൽ പ്രഖ്യാപന നിയമത്തിലൂടെ സാധിച്ചു. ഹോർമുസ് കടലിടുക്കിലെ പുതിയ നിയമങ്ങൾ വ്യക്തമാക്കുന്നതൊന്നേയുള്ളൂ: പേർഷ്യൻ ഗൾഫിന്റെ യഥാർത്ഥ കാവൽക്കാർ ഇറാൻ തന്നെയാണ്. അമേരിക്കയുടെ ആഗോള പോലീസ് ചമയൽ ഇനിയിവിടെ നടപ്പില്ല. വിദേശ സൈനിക ശക്തികളെ സ്വന്തം അതിർത്തിയിൽ നിന്നകറ്റി നിർത്താനും പടിഞ്ഞാറൻ അധിനിവേശത്തിന് തടയിടാനും ഇറാന് പൂർണ്ണ അവകാശമുണ്ട്. ഭീഷണികൾക്കും ഉപരോധങ്ങൾക്കും മുന്നിൽ പതറാതെ സ്വന്തം പരമാധികാരം ഉയർത്തിപ്പിടിക്കുന്ന ഇറാന്റെ ഈ നീക്കം ആഗോളതലത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയുടെയും ഒരു പുതിയ ബഹുദ്രുവ ലോകക്രമത്തിന്റെയും വിളംബരമാണ്.